അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആരാ? ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ കാര്യം സുപ്രീം കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. അതിപ്പോൾ മേൽഘടകത്തിലേക്ക് 9 അംഗ ബെഞ്ചിലേക്ക് പോയിരിക്കുകയാണ്. അതിൽ തീരുമാനം വരട്ടെ. അല്ലല്ല, തീരുമാനം ഉണ്ടല്ലോ ഇപ്പോൾ. ഞാൻ ചോദിക്കുന്നത് അതിൽ അപ്പീൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ വാദം എന്താ? ഈ സർക്കാർ ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാ? അതായത് സർക്കാർ 2 സ്ത്രീകളെ കയറ്റിയപ്പോഴുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ. അല്ലല്ല, എന്താണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം? ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, ശബരിമലയിൽ അതായത് തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദു മതസ്ഥാപന നിയമം അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള സ്വയംഭരണ സ്ഥാപനമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൽ തീരുമാനം എടുക്കണം എന്നതാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമല വരുന്നത് അതിന്റെ കീഴിലാണല്ലോ. ശബരിമല യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താ? സർക്കാരിന്റെ നിലപാട് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലങ്ങൾ ആദ്യം കൊടുത്തത് VS സർക്കാർ കൊടുത്തത് കേരള സർക്കാരിന്റെ അല്ല. അത് വിടൂ, അത് ഭരണഘടന, അത് സുപ്രീം കോടതിക്ക് അനുകൂലമായിട്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താ? ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒറ്റ നിയമം മതി. അതായത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ. സ്ത്രീകളെ കയറ്റുന്നതും സ്വത്തും. സ്ത്രീകളെ കയറ്റുക എന്നുള്ളതിൽ ആരെ കയറ്റേണ്ടത്? അവര് കയറിക്കോളും. കയറിക്കോളും എന്നല്ലോ, ഇവിടെ പിടിച്ചു കയറ്റുന്നതാണല്ലോ കണ്ടത്. സ്വയം കയറി എത്ര സ്ത്രീകളുണ്ട് പറയൂ. ഈ 2 സ്ത്രീകളല്ലാതെ സ്വയം കയറിയ വിശ്വാസികൾ ഒരു സ്ത്രീ. ഇല്ല, മനിതി സംഘം കയറിയോ? ലളിതമായ ചോദ്യം ഇതാണ്. മനിതി സംഘം ഇതാണ്. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് മതസ്ഥാപനങ്ങളിൽ മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാകേണ്ടതെങ്കിൽ ശബരിമലയുടെ കാര്യത്തിൽ ഒരു നിലപാടും വഖഫിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാടുമായി നിന്നുകൊണ്ടാണ്. പറയട്ടെ. ഇനി 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ശബരിമലയുടെ കാര്യത്തിൽ ശബരിമല ക്ഷേത്രത്തിലേക്ക് ശബരിമല അയ്യപ്പനെ കാണാൻ പോകാൻ തീരുമാനമെടുക്കേണ്ടത് വിശ്വാസികളാണ്. വഖഫിന്റെ കാര്യത്തിൽ ഇതിൽ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ആരാധനയ്ക്കായി കയറുന്നതിനെയും ഭൂമിയുടെ ക്രയവിക്രയത്തെയും അല്ല. ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകൾ, സ്കൂളുകൾ, മറ്റു വസ്തുവകകൾ, അതിന്റെയൊക്കെ ക്രയവിക്രയവുമായാണ് വഖഫിന്റെ സ്വത്തിനെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണല്ലോ ദേവസ്വം ബോർഡിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടല്ലോ. ദേവസ്വം ബോർഡുകളിൽ അഴിമതി ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡുകളിൽ അഴിമതി ഉണ്ടാകുമ്പോൾ അവിടേക്ക് മുസ്ലിങ്ങളെ ചേർക്കണമെന്നാണോ പറയുക? അല്ലല്ലോ, ബോർഡിലേക്ക് ഇത് അഴിമതി പറഞ്ഞു. റിജിജു പറയുന്നത് എന്താണ്? അഴിമതിയും എവിടെയാണ്? ഭൂമിയുടെ ക്രയവിക്രയത്തിലാണ്. അതിൽ കളക്ടർ നോക്കാൻ പാടില്ല. ഞങ്ങളുടെ കാര്യം സ്വന്തം നിലയ്ക്ക് നീതി നടപ്പാക്കിയ സംഭവങ്ങളൊന്നുമില്ല. സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കിയാണ് കളക്ടർമാർ ചെയ്യുക. ഒരു സംശയമില്ല, ഒരു അധികാരവും ഇല്ല. അതാത് സർക്കാരുകളുടെ താല്പര്യം പ്രവർത്തിക്കുക സുജയ. ഇനി ഒരു കാര്യം കൂടിയുണ്ട് സുജയ. നിലവിൽ ഈ ഭൂമി അളക്കുന്നില്ല, ഈ ഭൂമി തർക്കങ്ങളിൽ നിലവിലുള്ള വഖഫ് ബോർഡ് ഇടപെടുന്നില്ല എന്ന ഒരു അഭിപ്രായം സുജയ്ക്കുണ്ടോ? ട്രൈബ്യൂണലിൽ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അത്രയല്ലേ ഉള്ളൂ. ഫെയർ ആൻഡ് ഫ്രീ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പെട്ടെന്ന് തീർക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്താണ്, ട്രിബ്യൂണലിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പരിഷ്കരിക്കാം. ആയിക്കോട്ടെ, പക്ഷെ അവിടെ എന്തിനാണ് നിങ്ങൾ കളക്ടർക്ക് ഈ വഖഫ് ബോർഡിന്റെ സർവേ കമ്മീഷണർ ഭൂമി അളക്കണം? സർവേ കമ്മീഷണർ സർക്കാരിന്റെ ആണ് കേട്ടോ, അത് വഖഫിന് വേണ്ടിയുള്ള സർവേ കമ്മീഷണറാണ്. ആ സർവേ കമ്മീഷണറാണ് ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തേണ്ടത്. ആ പദവി എന്തിനാണ് കളക്ടർക്ക് എടുത്തു കൊടുക്കുന്നത്? കളക്ടർ അതായത് സുതാര്യത ഉറപ്പുവരുത്താനാണ്. സർവേ കമ്മീഷണർ നടത്തുന്നതിന് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവേ എങ്ങനെയാണ്? ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വഖഫ് ഭൂമി എന്ന പേരിൽ അരുണാണ് അതിന്റെ അധികാരിയെങ്കിൽ ഡോക്ടർ അരുൺ പറയുന്നതിനെ അതേപടി അംഗീകരിക്കുകയാണ്. അല്ലെങ്കിൽ മാരിയറ്റ് ഹോട്ടലിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ആ ഒറ്റ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പോവുകയാണ്. കോടതിയിൽ പോയി അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു, അതൊക്കെ വാദം കേട്ടു. കോടതിയിൽ പോയിട്ട് കോടതി പറഞ്ഞു അതാണല്ലോ അത് ഡിസ്പ്യൂട്ട് ആയതുകൊണ്ടാണ് വാക്കാൽ അത് കോടതി കയറേണ്ടി വന്നു. ഇവിടെ കോടതി കയറൂലേ? കോടതി കയറുന്നത് കുറയും. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ടപ്പേ ഒരു രജിസ്റ്ററില്ലാതെ വഖഫാണെന്ന് പറഞ്ഞു വാക്കാൽ അങ്ങനെ നടത്താൻ പറ്റില്ല. ഈ കേസുകളിൽ പല കേസുകളും സ്റ്റേറ്റും വഖഫ് ബോർഡും തമ്മിലാണ്. അതായത് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി ആണെന്ന് സ്റ്റേറ്റും വഖഫിൻ്റെതാണെന്ന് വഖഫും പറയുന്നു. കളക്ടർ സ്റ്റേറ്റിന്റെ ആളാണോ വഖഫിന്റെ ആളാണോ?
കളക്ടർ ട്രാൻസ്പെറൻസി ഉറപ്പാക്കി. ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, നിങ്ങൾക്ക് പറയാമല്ലോ നിങ്ങൾ താങ്കൾക്ക് ഇപ്പോൾ ചിലർക്ക് വേണ്ടി വാദിക്കണമെങ്കിൽ വാദിച്ചോളൂ. പക്ഷേ കളക്ടറിൽ മാത്രം നിൽക്കുകയാണ്. എന്തിനാണ് ആ മുസ്ലിങ്ങൾ വരുന്നത്? സുതാര്യത ഉറപ്പാക്കാൻ MP must be Muslims, അല്ലാത്ത എംപിമാർ പാടില്ല എന്നാണോ ഇതിലേക്ക് വരുന്നത്? അവിശ്വാസിയായ ആളുകൾ അഡ്വക്കേറ്റ് PS പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിർമ്മിച്ചത് പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണോ? അല്ല, വിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, അഡ്വക്കേറ്റ് PS പ്രശാന്തിനെ നിയമിച്ചത് എങ്ങനെയാണ്? മറുപടി പറയൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ചർച്ച നിയമിക്കും. ഇതെങ്ങനെയാണ് നിങ്ങൾ ക്രോസ് ചെയ്യുക? നിങ്ങൾ സിക്കിന്റെ ഗുരുദ്വാരയുടെ നിയന്ത്രണം ആരെ ഏറ്റെടുക്കുന്നത്? ഹിന്ദുവിനെ ഏറ്റെടുക്കാൻ പറ്റുമോ? അങ്ങോട്ട് ചെന്നാൽ മതി, അപ്പൊ പുറത്താകും. ഇനി മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽ അവരുടെ സ്വത്ത് ക്രയവിക്രയം ചെയ്ത കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ആരാ? മുസ്ലിം മതവിശ്വാസികളാണ്. ദേവസ്വം ബോർഡിൽ ഇല്ലാത്ത എന്താ? ചോദിക്കട്ടെ, ഈ മുസ്ലിം ലീഗിന്റെ MP തന്നെ വേണം എന്നുള്ള നിർബന്ധം കൊണ്ടായിരിക്കുമല്ലോ. മുസ്ലിം അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സർക്കാർ വെക്കുന്ന ഒരു MP സർക്കാർ വെക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് വഖഫ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസം കേന്ദ്ര സർക്കാർ ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഈ റെയിൽവേക്കും ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ സൈന്യത്തിനും റെയിൽവേക്കും ശേഷം ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫ് ബോർഡിനാണെങ്കിൽ അത് കൃത്യമായി അളക്കട്ടെ. ശരി, നിങ്ങൾ എന്തിനാ ഈ സ്വത്ത് അളക്കട്ടെ? മുസ്ലിം ന്യൂനപക്ഷത്തിലെ സ്വത്ത് അളക്കാൻ പോകുന്നതിന് പിന്നെ മറ്റൊരു സ്വത്തും അളക്കാത്തല്ല. ഏറ്റവും കൂടുതൽ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന സൈന്യത്തിനും റെയിൽവേ ശേഷം വഖഫ് ബോർഡ് ആണ് എങ്കിൽ വഖഫ് ആണ്. അവർക്ക് അവകാശപ്പെട്ടതല്ല തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് നടത്തുക? അതിലൊക്കെ കണക്ക് വേണം. കണക്ക് ചോദിക്കുമ്പോൾ പേടിക്കുന്നത് പേടിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് പേടിക്കുന്നത്? ആർക്കാണ് പേടി? ആർക്കാണ് പേടി? ജനാധിപത്യപരമായ രീതിയിൽ സുജയ, ഈ കണക്ക് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? കണക്ക് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തണം. ഒരു രജിസ്റ്ററിലും ഇല്ല. ഏത് ഭൂമി വഖഫാണെന്ന് പറഞ്ഞാൽ വഖഫാണ്. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് എടുത്ത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, അല്ല, നിങ്ങളാണ് ഇപ്പോൾ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാൻ. അല്ല, വഖഫിനെ കുറിച്ച് പറയുമ്പോൾ വിഷയം മാറ്റി പോവുകയാണ്. വാദങ്ങൾ ഉന്നയിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ഭിന്നിപ്പിക്കാനാണോ ബിൽ എന്ന ചോദ്യത്തിന് ഉത്തരം ഈ ചർച്ചയിൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് തന്നെയായിരുന്നു ഉദ്ദേശമെന്ന് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ബോധ്യമാവും. Meet the editors.